അപ്പൊ വർത്തമാനകാല സാഹചര്യം എന്ന് പറയുന്നത് വർഗീയത വലിയ രൂപത്തിൽ വളരുന്ന ഒരു സാഹചര്യമാണ് എന്ന ബോധ്യം നമ്മളിൽ ഏവരിലും ഉണ്ടാക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. അതിന് വലിയ രൂപത്തിലുള്ള സഹായമാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും ഈ പറഞ്ഞ വർഗീയവാദികളും ഒരു മാലയിലെ മുത്തുകളെ പോലെ പ്രവർത്തിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ വർഗീയവാദികളുടെ എല്ലാ അജണ്ടകൾക്കും വലിയ പ്രചാരണം കൊടുക്കാൻ, ഈ വർഗീയവാദികളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും വലിയ പ്രചാരണം കൊടുക്കാൻ, അവരെ മഹത്വവൽക്കരിക്കാൻ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ, ഈ പറഞ്ഞ വർഗീയവാദികൾ രണ്ടു കൂട്ടരും ഒരുപോലെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വർഗീയവാദികൾക്കും മാധ്യമങ്ങൾക്കും ഒരുപോലെ ശത്രുവാകുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വർഗീയവാദികളുടെയും വർഗീയതയുടെയും ഏറ്റവും വലിയ എതിരെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണ്, പ്രത്യേകിച്ച് CPIM-ന്റെ ആശയങ്ങളാണ്. ഈ നാടിന്റെ അകത്തെ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ ഇല്ലാതാക്കണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുത്ത്, പഴയ കാലത്തെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിനപ്പുറത്ത് ഒരു മാധ്യമ മാഫിയയായി ഇന്നത്തെ മാധ്യമങ്ങൾ മാറുന്നു. അവർ വലിയ രൂപത്തിലുള്ള കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് മുൻപ് സംസാരിച്ചവർ ഇവിടെ സൂചിപ്പിച്ച് പോയിട്ടുണ്ടാകും ഈ മാധ്യമങ്ങൾ ഇപ്പോ വർത്തമാനകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങളെ കുറിച്ച്. ഇപ്പോ ഇന്ന് വന്ന വാർത്ത സൂചിപ്പിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. PP ദിവ്യ എന്ന് പറയുന്ന DYFയുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം, ആ DYFയുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് PP ദിവ്യ, ആ PP ദിവ്യയുടെ ഇടപെടലിന്റെ ഭാഗമായി ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വലിയ വാർത്തകൾ ഈ നാട്ടിൽ ആകമാനം പ്രചരിക്കുന്നു. അതിന്റെ ഭാഗമായി ആ വ്യക്തിയെ, PP ദിവ്യ എന്ന് പറയുന്ന സഖാവിനെ വലിയ രൂപത്തിൽ ആക്രമിക്കുകയും വലിയ രൂപത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മാധ്യമങ്ങൾ നേതൃത്വം കൊടുത്തു. PP ദിവ്യയെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന വലിയ രൂപത്തിലുള്ള പ്രചരണം അവർ നടത്തി. അവസാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോ അത് പോരാ, അതിനപ്പുറത്ത് നടപടി വേണം എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായി മാധ്യമങ്ങൾ വീണ്ടും രംഗത്തേക്ക് വന്നു. അവസാനം ഇന്നലെ സംഘടനാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഇന്ന് PP ദിവ്യയുടേത് എന്ന് പറയുന്ന രൂപത്തിലുള്ള ചില പ്രചരണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ആ പ്രചരണങ്ങളിൽ CPIM-നെതിരെ PP ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ചില ആക്ഷേപ സ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനാണ് മാധ്യമങ്ങൾ പരിശ്രമിച്ചത്. അങ്ങനെ വരുത്തി തീർക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യം മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു. ആ PP ദിവ്യ ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPIM-നെതിരെ അരവാക്ക് പറയാൻ തയ്യാറായാൽ അവരെ മഹത്വവൽക്കരിക്കാനും മാധ്യമങ്ങൾ തയ്യാറാകും. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ ആക്രമിക്കുകയും ഇടതുപക്ഷം വിട്ടിറങ്ങിയാൽ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരിരട്ടത്താപ്പ്, ഒരിരട്ട നീതി മാധ്യമങ്ങൾ ഇന്നും കാട്ടി എന്നത് ഇന്നും നമുക്ക് പ്രസക്തമായ ഒരു വിഷയമാണ്, അല്ലേ? PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ശരികേടുകളുടെ വ്യക്താവായിരുന്നു PV അൻവറെങ്കിൽ ഇടതുപക്ഷം വിട്ട് വലതുപക്ഷങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ചേക്കേറിയപ്പോ ഏറ്റവും വലിയ ശരി ഏതെന്ന് ചോദിച്ചാൽ അത് PV അൻവറാണ് എന്ന് പറയുന്ന ആ തരത്തിലേക്ക് മാധ്യമങ്ങൾ എത്തുന്നു എന്ന ഒരു ഇരട്ട നീതി നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് CPM-നൊപ്പം നിൽക്കുമ്പോൾ മോശക്കാരനും CPM വിട്ടാൽ ഏറ്റവും വലിയ മഹാനുമാകുന്ന ഈ അവസ്ഥ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ആ മാധ്യമങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ തകർക്കാൻ, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ വലതുപക്ഷങ്ങളുടെയും വർഗീയവാദികളുടെയും കൈകളിൽ നിന്ന് അച്ചാരം വാങ്ങി നാട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് മാധ്യമങ്ങൾ എന്നത് തന്നെയാണ് വസ്തുത. ഇന്നും ഇന്നലും തുടങ്ങിയതാണോ മാധ്യമങ്ങൾ ഈ പണി? ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഇതാ കഴിഞ്ഞ 8.5 കൊല്ലമായിട്ട് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നു. ഈ കാലം അത്രയും ചെയ്ത നന്മകളിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്തു കാണിക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറായിട്ടുണ്ടോ? ഇല്ലാത്ത കഥകൾ അത് നുണക്കഥകളായി ഈ നാട്ടിലാകമാനം പ്രചരിപ്പിക്കാൻ അവർക്ക് എന്തൊരു ഉത്സാഹമാണ്. എന്നാൽ നാട്ടിൽ നടത്തിയ വികസനങ്ങൾ, വാക്ക് പാലിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഭരണത്തെ ഏറ്റവും വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ, ഈ നാട്ടിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, ആ ദുരന്തങ്ങളെ മറികടന്നുകൊണ്ട് ഈ നാടിന് സംരക്ഷണം ഒരുക്കുന്ന വേളകളിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ ഇടതുപക്ഷത്തെ നല്ല അരവാക്ക് പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇടതുപക്ഷം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ നാടിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ച് വികസനങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോ, ഇടതുപക്ഷം വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് അരവാക്ക് പറയാൻ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറാകുന്നത് നമ്മുടെ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ജാഗ്രത കാണിക്കാറുണ്ട്. ആ ജാഗ്രത ഇടതുപക്ഷം കാണിക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് മാധ്യമങ്ങളും വർഗീയവാദികളും പരിശ്രമിക്കുന്നത്. അത് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു, പ്രളയകാലത്ത് നമ്മൾ കണ്ടു, നിപ്പ കാലത്ത് നമ്മൾ കണ്ടു. ഈ സമയത്തൊക്കെ ഈ മാധ്യമങ്ങൾ ചെയ്ത പണി ഇതായിരുന്നു.
നിപ്പ കാലത്ത് നിപ്പയ്ക്ക് നേതൃത്വം കൊടുത്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നിപ്പ റാണി എന്ന് പറഞ്ഞ് UDF-ന്റെ നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോ ആ അധിക്ഷേപത്തിന് ഒത്താശ ചെയ്തവരാണ് മാധ്യമങ്ങൾ. കോവിഡ് കാലത്ത് നമുക്ക് സഹായം ചെയ്യാൻ പലരും മുന്നോട്ടേക്ക് വന്നപ്പോ ആ സഹായങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കള്ള പ്രചരണങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒത്തുകൂടി ഈ നാടിന്റെ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ട കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അവസാനം ഇടതുപക്ഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തും, വീണ്ടും അധികാര തുടർച്ച ഉണ്ടാകും ഇടതുപക്ഷത്തിന് എന്ന ബോധ്യം വന്നപ്പോ അതിന്റെ ഭാഗമായിട്ട് വലിയ രൂപത്തിലുള്ള നുണകളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലാ കഥകളും കള്ളക്കഥകളും ഈ നാടിനകത്ത് ആകമാനം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ സംഘർഷഭരിതമാക്കുന്ന അവസ്ഥയിലേക്ക് നയിച്ചവരാണ് ഈ നാടിനകത്തെ മതവർഗീയവാദികളും അവർക്കൊത്താശ പാടുന്ന മാധ്യമങ്ങളും വലതുപക്ഷവും. ഇതൊക്കെ ഈ നാടിന്റെ ഇന്നലകളിൽ നമ്മൾ കണ്ടവരാണ്, അത് ബോധ്യപ്പെട്ടവരാണ്. എന്നാൽ അതിനെയെല്ലാം ഉൾക്കൊള്ളാനും അതിന്റെ ശരികളേത് തെറ്റുകളേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരികൾക്കൊപ്പം നിൽക്കാനും എല്ലാ കാലവും ഈ നാടിന്റെ മതനിരപേക്ഷ മനസ്സുകൾ കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ആ നന്മ അവരിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിനെ ഇല്ലാതാക്കാൻ ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയും എന്നതാണ് മാധ്യമങ്ങൾ ആലോചിക്കുന്നത്. അത്തരം ആലോചനകളുമായി അവർ മുന്നോട്ടേക്ക് വരുമ്പോ ഈ നാടിന്റെ ചരിത്രത്തെ അത് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ഇത്തരം തെറ്റായ ചെയ്തികളെ ചെറുക്കാൻ ഈ നാട് ഒരുമിച്ച് നിൽക്കണം. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇടതുപക്ഷത്തെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആക്രമിക്കാം, ഇടതുപക്ഷത്തെ മാധ്യമങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്രമിക്കാം. ഒരു കാലത്തും ഇടതുപക്ഷം മാധ്യമങ്ങളുടെ ഈ പറഞ്ഞ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിയിട്ടുമില്ല. അവരെ തലോടിൽ തട്ടി അവർ തലോടി ഞങ്ങളെ ഉണർത്തിയിട്ടുമില്ല. ഒരു കാലത്ത് മാധ്യമങ്ങൾ ഞങ്ങൾക്ക് പച്ചപ്പരവതാനി വിരിച്ചു വെച്ചിട്ടില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. എല്ലാ കാലങ്ങളിലും ഞങ്ങളെ ഇല്ലാതാക്കാനും ഞങ്ങളെ അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയും ആവുവോളം പരിശ്രമിച്ചവരാണ് മാധ്യമങ്ങൾ. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്ത കാലം തൊട്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ആ പണി അവർ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഈ പറഞ്ഞ വലതുപക്ഷവും അന്നത്തെ വർഗീയവാദികളും ഇവർക്കൊപ്പം നിന്നിട്ടുമുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് കൃഷ്ണപിള്ളയിൽ തുടങ്ങിയതാണ് അല്ലേ? കൃഷ്ണപിള്ളയെ പറ്റി അന്നത്തെ വലതുപക്ഷവും അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളും പറഞ്ഞതെന്താ? നാട്ടിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്ന, നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് വഴിതെറ്റിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന്റെ നേതാവ് എന്നാണ് കൃഷ്ണപിള്ളയെ വിളിച്ചത്. അവിടെ നിന്ന് തുടങ്ങി EMS-നെ അധിക്ഷേപിച്ചു, അതിനുശേഷം നായനാരെ അധിക്ഷേപിച്ചു, അതിനുശേഷം VS-നെ അധിക്ഷേപിച്ചു, ഇപ്പൊ പിണറായിയെയും നിങ്ങൾ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തകർക്കലാണ്, നിങ്ങളുടെ ലക്ഷ്യം വർഗീയവാദികളെ വളർത്തലാണ്, നിങ്ങളുടെ ലക്ഷ്യം ഈ നാടിന്റെ മതനിരപേക്ഷത ഇല്ലാതാക്കലാണ്. അങ്ങനെ നിങ്ങൾ ലക്ഷ്യം വെച്ച് ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോഴും ഞങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിലെല്ലാം ഈ നാടിനെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഈ നാടിന്റെ മതനിരപേക്ഷതയെയും ഈ നാടിന്റെ നന്മയെയും ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിന്റെ പൈതൃകത്തെയും ഈ നാടിന്റെ പാരമ്പര്യത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കും എന്ന ഉറപ്പാണ് ഈ നാടിനോട് ഇടതുപക്ഷത്തിന് നൽകാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.